ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഗ്ലാഡിയേറ്റർ 2 ഉടനെ റിലീസ് ചെയ്യുന്നതുകൊണ്ട് ഗ്ലാഡിയേറ്റർ 1 സിനിമേൻ്റെ ഒരു ക്വിക്ക് റീക്യാപ്പ് ചെയ്യാമെന്ന് കരുതി. ഈ റോമൻ എംപയറിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കറിയില്ല. പറഞ്ഞാൽ അത് കോമഡി ആയി പോകാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഈ സിനിമ നടക്കുന്ന കാലഘട്ടത്തിൻ്റെ ആ ഒരു കണ്ടക്സ്റ്റിൽ റോമൻ ഹിസ്റ്ററി എന്താണെന്നും ഗ്ലാഡിയേറ്റേഴ്സ് ആരാണെന്നും കൊളോസിയം എങ്ങനെ ഉണ്ടായി അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്താം. പിന്നെ വരാനിരിക്കുന്ന ഗ്ലാഡിയേറ്റർ 2 എങ്ങനെയാണ് ഈ സിനിമ കണക്ട് ചെയ്യുന്നതെന്ന് കൂടെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. ഒരു ആൾട്ടർനേറ്റ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് ഗ്ലാഡിയേറ്റർ. കാരണം പല കഥാപാത്രങ്ങളും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു, മറ്റു പലതുമില്ല. AD 180 റോമൻ എംപയറിലാണ് ഗ്ലാഡിയേറ്റർ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. റോമൻ എംപയർ ഭരിച്ചിരുന്ന എല്ലാ രാജാക്കന്മാരെയും സീസർ എന്ന് തന്നെയാണ് ആദരപൂർവ്വം വിളിച്ചിരുന്നത്. അന്ന് റോമൻ എംപയർ ഭരിച്ചിരുന്നത് മാർക്കസ് ഒറേലിയസ് ആന്റോണിയസ് ആണ്. മാർക്കസ് ഒറേലിയസിന് 2 മക്കളുണ്ട്. പിൻഗാമിയായി പരിഗണിച്ചിരുന്ന കൊമോഡസും പിന്നെ മകൾ ലുസീലയും. മാർക്കസ് ഒറേലിയസിന്റെ ധീരനായ ആർമി ജനറലായിരുന്നു മാക്സിമസ് ഡെസിമസ് വെർഡിയസ്. മാക്സിമസ് എന്ന കഥാപാത്രം ഹിസ്റ്ററിയിലില്ല എന്ന് മാത്രം. റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്നത് സീസർ ആണെങ്കിലും ഒരു കൂട്ടം മുതിർന്ന സെനറ്റ് മെമ്പേഴ്സ് ആയിരുന്നു രാജാവിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്നതും ഉപദേശിച്ചിരുന്നതും. ഭരണം ഒരു അരിസ്റ്റോക്രസിയിലേക്ക് പോകാതിരിക്കാനായിരുന്നു അങ്ങനെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ റോമൻ സൊസൈറ്റിയിലെ ഫിലോസഫേഴ്സിനെയും മഹാന്മാരെയും ഒക്കെ ഉൾപ്പെടുത്തിയായിരുന്നു അന്ന് സെനറ്റ് ഉണ്ടാക്കിയിരുന്നത്. അവരുടെ പിന്തുണ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഭരണകാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിൽ. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് പ്രറ്റോറിയൻ ഗാർഡ്സ് ആരാണെന്നുള്ളത്. എംപററിന്റെ പേഴ്സണൽ ബോഡി ഗാർഡ്സ് ആയ പട്ടാളക്കാരെയും സ്പൈ ഇന്റലിജൻസ് ഓഫീസേഴ്സിനെയും ഉൾപ്പെടുത്തിയിരുന്ന ഒന്നായിരുന്നു പ്രറ്റോറിയൻ ഗാർഡ്സ്. അവർക്ക് വേണ്ടി വന്നാൽ ഒരു മിലിറ്ററി കൂപ്പ് നടത്തി എംപറിനെ തന്നെ താഴെ ഇറക്കാനുള്ള പവറും ഉണ്ട്. കഥ തുടങ്ങുന്നത് വിൻഡോബോണ എന്ന യുദ്ധഭൂമിയിൽ നിന്നാണ്. മാക്സിമസ് നയിക്കുന്ന റോമൻ എംപയറിന്റെ 5000-ഓളം വരുന്ന പട്ടാളക്കാർ നേരിടാൻ തയ്യാറായി നിൽക്കുന്നത് ഒരു ജർമ്മൻ ട്രൈബിനെയാണ്. ഒരു ഗംഭീര യുദ്ധത്തിന് ശേഷം മാക്സിമസിന്റെ ലീഡർഷിപ്പിൽ റോമൻസ് ആ ജർമ്മൻ ട്രൈബിനെ തോൽപ്പിക്കുന്നു. വിൻഡോബോണ എന്ന സ്ഥലം പിന്നീട് ഒരു അറിയപ്പെടുന്ന റോമൻ മിലിറ്ററി ക്യാമ്പായി മാറിയിരുന്നു. മാക്സിമസ് ആ യുദ്ധത്തിന് ശേഷം തന്റെ ഭാര്യയുടെയും മകന്റെയും അടുത്ത് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചിരുന്നു. നീണ്ട 2.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അയാൾക്ക് അതിനുള്ള അവസരം കിട്ടുന്നത്. സ്പെയിനോട് ചേർന്നുള്ള ടർഗേലിയം എന്ന സ്ഥലത്താണ് അയാളുടെ കൊച്ചു വീടും ഭാര്യയും മകനും ഉള്ളത്. മാക്സിമസ് ഒരു കാലത്ത് എംപററിന്റെ മകളായ ലുസിലയുടെ ആരാധന പുരുഷനായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അയാളോട് അങ്ങനൊരു മോഹം അവൾക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ലുസിലയ്ക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വന്നു. അയാൾ പിന്നീട് മരിച്ചുപോയെങ്കിലും അതിൽ 8 വയസ്സുള്ള മകനും ലുസീലയ്ക്കുണ്ട്. യുദ്ധത്തിന് ശേഷം അന്ന് രാത്രി മാർക്കസ് ഒറേലിയസ് തന്റെ ചേംബറിലേക്ക് മാക്സിമസിനെ വിളിക്കുന്നു. താൻ 25 വർഷമായി യുദ്ധം ചെയ്യുകയാണ്, ഇനി വയ്യ, താൻ അവശനാണെന്നും ലോകം മൊത്തം കീഴടക്കാൻ ശ്രമിച്ച സീസറായി അല്ല തനിക്ക് മരണശേഷം അറിയപ്പെടേണ്ടതെന്നും അയാൾ പറയുന്നു. തന്റെ മരണശേഷം മാക്സിമസ് തന്റെ പിൻഗാമിയാകണമെന്നും സീസർ ആവശ്യപ്പെടുന്നു. കാരണം റോം ജനങ്ങളുടേതാണ്. അത് നന്നായി അറിയാവുന്ന ഒരാൾക്കേ ആ സാമ്രാജ്യം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. തന്റെ സ്വന്തം മകനായ കൊമോഡസിന് അതിന് കഴിയില്ല. കാരണം അവൻ അതിനുള്ള മൊറാലിറ്റിയോ സത്യസന്ധതയോ ഇല്ല എന്ന് സീസർ പറയുന്നു. തനിക്ക് പിറക്കാതെ പോയ മകൻ എന്ന നിലയിൽ തന്റെ ഈ തീരുമാനത്തിനോട് യോജിക്കണമെന്നും മാക്സിമസിനോട് അഭ്യർത്ഥിക്കുന്നു. മാക്സിമസ് ആലോചിച്ച് പിന്നീടൊരു മറുപടി പറയാമെന്ന് പറയുന്നു. പക്ഷേ അയാളുടെ മനസ്സിൽ ഭാര്യയും മകനും ആ കൊച്ചു ജീവിതവും മാത്രമേ ഉള്ളൂ. കൊമോഡോസ് ആഗ്രഹിച്ചിരുന്നത് തന്നെ അടുത്ത സീസറായി തന്റെ അച്ഛൻ പ്രഖ്യാപിക്കുമെന്നാണ്. പക്ഷേ തന്റെ തീരുമാനം എന്താണെന്ന് കൊമോഡസിനെ സീസർ അറിയിക്കുന്നു. താൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും തന്റെ അച്ഛന്റെ അംഗീകാരം കിട്ടാത്തതിലുള്ള ദേഷ്യവും അമർഷവും കൊമോഡോസ് പ്രകടിപ്പിക്കുന്നു. ഒരിക്കൽ പോലും തനിക്ക് ആ റെസ്പെക്ട് തന്റെ അച്ഛൻ തന്നിരുന്നില്ല. തന്റെ മുമ്പിൽ ക്ഷമ ചോദിക്കുന്ന തന്റെ അച്ഛനെ കൊമോഡോസ് അവിടെ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. മാക്സിമസിനോട് പെട്ടെന്ന് എംപററിന്റെ അടുത്തേക്ക് എത്താൻ നിർദ്ദേശം കിട്ടുന്നു. അവിടെ എത്തിയപ്പോൾ കൊമോഡോസ് പറയുന്നു അച്ഛൻ ഉറക്കത്തിൽ മരിച്ചുപോയെന്ന്. ഇനി അടുത്ത സീസർ താനായതുകൊണ്ട് കൊമോഡോസ് തന്റെ ആർമി ജനറലായി കൂടെ നിൽക്കാൻ മാക്സിമസിനോട് ആവശ്യപ്പെടുന്നു. പക്ഷേ മാക്സിമസ് ആ ഓഫർ നിരസിക്കുന്നു. എന്നിട്ട് അവിടുന്ന് നടന്നു പോകുന്നു. ലുസീലിയസിന് അറിയായിരുന്നു അവരുടെ അച്ഛനെ കൊന്നത് അവൻ തന്നെയാണെന്ന്. പക്ഷേ അത് അവൾക്ക് ആരോടും തുറന്നു പറയാൻ കഴിയില്ല. തിരിച്ച് തന്റെ റൂമിലെത്തിയ മാക്സിമസ് ഉടനെ തന്നെ സെനറ്റിനെ ഈ കാര്യം അറിയിക്കണമെന്ന് അയാളുടെ സഹായിയായ സിസേറോഡോയിനോട് പറയുന്നു. എംപററിന്റെ മരണത്തിൽ എന്തോ ചതിയുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന്. അപ്പോഴേക്കും മറ്റൊരു മിലിറ്ററി ലീഡറായ ക്വിന്റസ് പ്രറ്റോറിയൻ ഗാർഡ്സിനെയും കൂട്ടി മാക്സിമസിനെ അറസ്റ്റ് ചെയ്യാൻ അവിടെ എത്തുന്നു. മാക്സിമസിനെ അറസ്റ്റ് ചെയ്യാനും അതിനോടൊപ്പം തന്റെ ഭാര്യയും മകനെയും കൊല്ലാനും പുതിയ സീസർ ഉത്തരവിട്ടിരുന്നു. അറസ്റ്റ് ചെയ്തതിനു ശേഷം കൊല്ലാനായി കൊണ്ടുവന്നിടത്ത് നിന്ന് എല്ലാ പട്ടാളക്കാരെയും കൊന്നതിന് ശേഷം മാക്സിമസ് രക്ഷപ്പെടുന്നു. അവരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മാക്സിമസിന്റെ തോളിന് പരിക്കേൽക്കുന്നു. പക്ഷേ ആ പരിക്കുകളുമായി അയാൾ വളരെ ദൂരം യാത്ര ചെയ്ത് തന്റെ ഭാര്യയും കുട്ടിയുടെ അടുത്ത് എത്താൻ ശ്രമിക്കുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും അയാൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അയാളുടെ ഭാര്യയും മകനെയും സീസറിന്റെ ആർമി കൊന്ന് കെട്ടിത്തൂക്കി തന്റെ വീടിന് തീയിട്ടിരുന്നു. അത് കണ്ടു നിൽക്കാനേ മാക്സിമസിന് കഴിഞ്ഞുള്ളൂ. അവരെ അടക്കിയ മണ്ണിൽ തളർന്നു വീണ മാക്സിമസിന് ബോധം നഷ്ടപ്പെട്ടിരുന്നു. ബോധം വന്നപ്പോൾ അയാൾ കാണുന്നത് ആരൊക്കെയോ അയാളെ ഒരു ഉന്തുവണ്ടിയിൽ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നതാണ്.
തോളിലെ മുറിവ് കൂടുതൽ വേദന അയാൾക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ വണ്ടിയോടൊപ്പം നടന്ന ജൂബ എന്നൊരാൾ അയാളോട് പറയുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ആ മുറിവ് ഉണങ്ങി തുടങ്ങുമെന്ന്. അവരെ സത്യത്തിൽ ഒരു സ്ലേവ് ട്രേഡർ അടിമയാക്കി കഴിഞ്ഞിരുന്നു. എന്നിട്ട് അവരെ വിൽക്കാനായി സൂക്കബാർ എന്ന റോമൻ പ്രൊവിൻസിലെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. മാക്സിമസ് എതിർക്കാനോ അല്ലെങ്കിൽ രക്ഷപ്പെടാനോ ശ്രമിച്ചില്ല. കാരണം അയാളുടെ ഭാര്യയും മകനും മരിച്ചതിന് ശേഷം അയാൾക്കിനി ജീവിതമില്ല എന്ന ഭാവത്തിലായിരുന്നു. ആ മാർക്കറ്റിൽ വരുന്ന പ്രോക്സിമോ എന്നൊരാൾ മാക്സിമസ് ഉൾപ്പെടെ 6 പേരെ വിലയ്ക്ക് വാങ്ങുന്നു. അവരെ കൃഷി ആവശ്യത്തിനോ അയാളുടെ സെർവൻസായി നിർത്താനോ ഒന്നുമല്ല അവരെ വാങ്ങിക്കുന്നത്. മറിച്ച് അയാളൊരു ഗ്ലാഡിയേറ്റർ ട്രെയിനറാണ്. അവരെ ഗ്ലാഡിയേറ്റർ മത്സരത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് വാങ്ങിക്കുന്നത്. പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന അല്ലെങ്കിൽ പിടിച്ച ആൾക്കാരെയായിരുന്നു ഗ്ലാഡിയേറ്റർ മത്സരങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത്. അതിൽ കൂടുതലും സ്ലേവ്സും ക്രിമിനൽസും ആയിരുന്നു. റോമൻ എംപയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദങ്ങളിലൊന്നായിരുന്നു ഈ ഗ്ലാഡിയേറ്റർ മത്സരങ്ങൾ. BC 245 മുതൽ തന്നെ ഈ ഗ്ലാഡിയേറ്റർ മത്സരങ്ങൾ റോമിലുണ്ടായിരുന്നു. ഗ്ലാഡിയേറ്റർ ആകാൻ വേണ്ടി പരിശീലനം എടുക്കുമ്പോഴും മാക്സിമസ് എതിർക്കാനോ അല്ലെങ്കിൽ തിരിച്ച് ഫൈറ്റ് ചെയ്യാനോ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ പ്രോക്സിമോവിന് അറിയായിരുന്നു അയാൾക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയുമെന്ന്. അതുകൊണ്ട് തന്നെ അയാളെ മോട്ടിവേറ്റ് ചെയ്യാനും ശ്രമിക്കുന്നു. അവസാനം അവിടുത്തെ ഒരു ലോക്കൽ ഗ്ലാഡിയേറ്റർ ടൂർണമെന്റിൽ അങ്ങനെ മാക്സിമസിനെ ഫൈറ്റ് ചെയ്യാൻ ഇറക്കുന്നു. തന്നെ കൊല്ലാമെന്ന എല്ലാ എതിരാളികളെയും അയാൾ ഓരോന്നോരോന്നായി വെട്ടി വീഴ്ത്തുന്നു. അങ്ങനെ മാക്സിമസിന് ദ സ്പെയിനിയാർഡ് എന്ന പേരും ആ ജനക്കൂട്ടം വിടുന്നു. ഇതേസമയം റോമൻ സാമ്രാജ്യത്തിന്റെ പുതിയ രാജാവായി കൊമോഡസിനെ അങ്ങനെ പ്രഖ്യാപിച്ചിരുന്നു. സെനറ്റിലെ മുതിർന്ന മെമ്പേഴ്സിന് ഇതിനോട് താല്പര്യക്കുറവുണ്ടായിരുന്നെങ്കിലും ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. രാജാവായതിനു ശേഷം ചുമതലകൾ ഏറ്റെടുക്കാൻ സെനറ്റ് അയാളെ നിർബന്ധിക്കുന്നു. പക്ഷേ അയാൾക്ക് സെനറ്റിന്റെ നിർദ്ദേശങ്ങളോട് താല്പര്യമില്ലായിരുന്നു. കൊമോഡസ് തന്റെ അച്ഛനെ പോലെയല്ല, ജനങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് തനിക്കറിയാമെന്നും അയാൾ പറയുന്നു. എംപററും സെനറ്റും തമ്മിൽ യോജിച്ചു പോകാൻ കഴിയില്ല എന്നതിന്റെ ആദ്യത്തെ സൂചനയായിരുന്നു ഇത്. ലുസീല തൽക്കാലം കൊമോഡസിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് സെനറ്റിന് ഉറപ്പ് കൊടുക്കുന്നു. ലുസീലയും കൊമോഡസും തമ്മിൽ ഒരു തർക്കമുണ്ടാകുന്നു റോമിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. അയാൾ പറയുന്നുണ്ട് റോമിനെ അതിന്റെ പഴയ ഗ്ലോറിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് അയാൾ ശ്രമിക്കുന്നതെന്നും അതിന് അവൾ കൂടെ നിൽക്കണമെന്നും. അത് അംഗീകരിക്കുകയല്ലാതെ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. കൊമോഡോസ് രാജാവായതിന്റെ സന്തോഷത്തിൽ 150 ദിവസത്തെ ഗ്ലാഡിയേറ്റർ മത്സരങ്ങൾ റോമൻ എംപയറിൽ സംഘടിപ്പിക്കാൻ തയ്യാറായിരിക്കുകയായിരുന്നു. പ്രോക്സിമ മാക്സിമസിനോട് പറയുന്നുണ്ട് ഈ 150 ദിവസത്തെ ഗ്ലാഡിയേറ്റർ മത്സരം റോമിൽ നടക്കാൻ പോകുന്ന കാര്യം. കൊമോഡസിന്റെ അച്ഛനാണ് ഗ്ലാഡിയേറ്റർ മത്സരങ്ങൾ നിരോധിച്ചത്. ഇപ്പോൾ മകൻ അത് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഈ പ്രോക്സിമസും ഒരു പഴയ ഗ്ലാഡിയേറ്റർ ആയിരുന്നു എന്ന് മാക്സിമസിനോട് പറയുന്നുണ്ട്. പക്ഷേ അയാൾക്ക് അയാളുടെ ഫ്രീഡം കിട്ടി, അല്ലെങ്കിൽ ആ ഫ്രീഡം മാർക്കസ് ഒറേലിയസ് കൊടുത്തിരുന്നു. മാക്സിമസ് ഒരു മികച്ച ഗ്ലാഡിയേറ്റർ തന്നെയാണ്. പക്ഷേ എതിരാളിയെ കൊന്നുകൊണ്ട് മാത്രമല്ല ജയം നേടേണ്ടത്, കാഴ്ചക്കാരെ കയ്യിലെടുത്തുകൂടെയാണ്. ക്രൗഡിനെയാണ് ജയിക്കേണ്ടത്, എതിരാളിയെ അല്ല എന്ന് പ്രോക്സിമ അയാളെ ഓർമ്മിപ്പിക്കുന്നു. ക്രൗഡിനെ ജയിച്ചാൽ എംപറർ തന്റെ മുമ്പിൽ വരും. എംപററിനെ തന്റെ മുമ്പിൽ കൊണ്ടുവരാനും തന്നെ പ്രതികാരം ചെയ്യാനും ഇതിന് നല്ലൊരു അവസരമില്ല എന്ന് മാക്സിമസിന് മനസ്സിലാകുന്നു. 150 ദിവസത്തെ ഗംഭീര ഗ്ലാഡിയേറ്റർ മത്സരങ്ങൾക്ക് അങ്ങനെ തുടക്കമിടുന്നു. സെനറ്റ് മെമ്പേഴ്സിന് ഇതിനോട് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ കൊമോഡസിന് ആൾക്കാരെ പറ്റിക്കാൻ അറിയാമെന്നും ഒരു സെനറ്റ് മെമ്പറായ ഗ്രാക്കസ് പറയുന്നു. റോമിലെ ജനങ്ങളുടെ ഹൃദയമിടിപ്പ് സെനറ്റിലെ മാർബിൾ ഫ്ലോറിൽ കേൾക്കാൻ കഴിയില്ല, പക്ഷേ കൊളോസിയത്തിലെ മണ്ണിൽ കേൾക്കാൻ കഴിയുമെന്ന്. AD 72 റോമൻ എംപററായിരുന്ന വെസ്പാസിയന്റെ സമയത്തായിരുന്നു കൊളോസിയം പണിയാൻ തുടങ്ങിയത്. പിന്നീട് അയാളുടെ മകനായ ടൈറ്റസിന്റെ കാലത്താണ് അതിന്റെ പണി പൂർത്തിയാക്കിയത്. കാലപ്പഴക്കം കൊണ്ട് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ഇപ്പോഴും 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിൽ ഒരു വണ്ടർ തന്നെയാണ് കൊളോസിയവും അതിന്റെ സൃഷ്ടിയും. പ്രോക്സിമ ഗ്ലാഡിയേറ്റേഴ്സിനും കൊണ്ട് റോമിലെത്തുന്നു. കൊമോഡോസ് വളരെ കൺഫ്യൂസ്ഡായി എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് ധാരണയില്ലാതെ കാര്യങ്ങൾ കാട്ടിക്കൂടുന്നത് പോലെയായിരുന്നു. കംപ്ലീറ്റായി ഒരു സ്വേച്ഛാധിപത്യത്തിലേക്ക് റോം നീങ്ങുമോ എന്ന പേടി ലുസിലസിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് രാത്രി അവൾ ആരും അറിയാതെ ഗ്രാക്കസിന്റെ അടുത്തെത്തുന്നു. ഗ്ലാഡിയേറ്റർ മത്സരത്തിനായി ഖജനാവിൽ നിന്ന് വൻ തുക കൊമോഡോസ് എടുത്തിരുന്നു. അത് ചോദ്യം ചെയ്യുന്ന സെനറ്റ് മെമ്പേഴ്സിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുന്നുമുണ്ട്. അയാൾ സെനറ്റ് പിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ബ്രദറിന് മരിക്കാതെ മറ്റൊരു വഴിയില്ല. അടുത്ത ദിവസം ഗ്ലാഡിയേറ്റർ മത്സരത്തിനായി കൊളോസിയം ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ഇതിനോടകം സ്പെയിനിയാർഡ് എന്ന പേര് റോമിൽ ഫേമസ് ആയി കഴിഞ്ഞിരുന്നു. ആരാണ് ഇത്ര ധൈര്യശാലിയായ ഗ്ലാഡിയേറ്റർ എന്നറിയാൻ ലുസിലിയുടെ 8 വയസ്സുള്ള മകനും താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ മാക്സിമസ് ഈ കൊച്ചു പയ്യനെ പരിചയപ്പെടുമ്പോഴാണ് അറിയുന്നത് അത് ലുസിലിയുടെ മകനാണെന്ന്. ഒരുക്കങ്ങൾക്ക് ശേഷം ആദ്യത്തെ ഗ്ലാഡിയേറ്റർ മാച്ച് തുടങ്ങുന്നു. ഗാലറിയിലേക്ക് കൊമോഡോസ്, ലുസിലയും മകനും എത്തുന്നു. കൂടെ 50,000-ഓളം വരുന്ന സ്പെക്ടേറ്റേഴ്സും. മാക്സിമസ് ഒരു മിലിറ്ററി ലീഡർ ആയതുകൊണ്ട് മറ്റ് ഗ്ലാഡിയേറ്റർമാർക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു. താൻ പറയുന്ന പോലെ ഒരു മിലിറ്ററി സ്ട്രാറ്റജി യൂസ് ചെയ്താൽ നമുക്ക് മരിക്കാതിരിക്കാൻ പറ്റും. ആദ്യം അവരെ നേരിടാൻ വരുന്നത് സിപ്പിയോ ആഫ്രിക്കാനസ് എന്ന പോരാളികളാണ്. അവർ രഥത്തിൽ വന്ന് ആക്രമിക്കാൻ തുടങ്ങുന്നു. മാക്സിമസ് പറഞ്ഞ സ്ട്രാറ്റജി പ്രകാരം ഒരു ഷീൽഡ് ഫോർമേഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് അവരുടെ ആക്രമണത്തെ നേരിടാൻ കഴിയുന്നു. രഥത്തിൽ നിന്ന് അവരെ തള്ളിയിട്ട ശേഷം ഓരോന്നോരോന്നായി അവരെ കൊല്ലുന്നു. പൊതുവെ ആദ്യ റൗണ്ടിൽ വരുന്ന ഗ്ലാഡിയേറ്റേഴ്സ് അല്ലെങ്കിൽ ബാർബറിയൻസ് മരിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് കൊമോഡോസ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് മറിച്ചും. ജയിച്ചതിന് ശേഷം കുതിരപ്പുറത്തുള്ള ആ ഗ്ലാഡിയേറ്റർ ആരാണെന്ന് കൊമോഡോസ് ചോദിക്കുന്നു. അയാളെ ഉടൻ തന്നെ കാണണമെന്നും. എംപർ തന്റെ മുമ്പിൽ വരുമെന്ന് മനസ്സിലാക്കിയ മാക്സിമസ് കിട്ടിയ ചാൻസിൽ തന്നെ അവിടെ വെച്ച് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ലൂസിയസ്
അടുത്തുള്ളതുകൊണ്ട് അതിന് ശ്രമിച്ചില്ല. കൊമോഡസിന് ആ ഗ്ലാഡിയേറ്ററിന്റെ പ്രകടനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ തന്റെ യഥാർത്ഥ പേര് എന്താണെന്നും ചോദിക്കുന്നു. തന്റെ പേര് വെറും ഗ്ലാഡിയേറ്റർ ആണെന്ന് അയാൾ പറയുന്നു. അതിനുശേഷം തിരിഞ്ഞു നടന്ന അയാളോട് കൊമോഡസ് ദേഷ്യപ്പെടുന്നു. ഈ നിമിഷം താൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ ഉത്തരവിടുന്നു. അപ്പോഴാണ് അയാൾ ആരാണെന്ന് ലോകത്തിനോട് വെളിപ്പെടുത്തുന്നത്. My name is Maximus Decimus Meridius, commander of the armies of the North, general of the Felix Legions, loyal servant to the true emperor Marcus Aurelius, father to a murdered son, husband to a murdered wife, and I will have my vengeance in this life or the next. കൊമോഡസ് ഒരു ഷോക്കിലേക്ക് പോകുന്നു. പ്രറ്റോറിയൻ സേന മാക്സിമസിനെ വളയുന്നു. എംപറർ ഒന്ന് പറഞ്ഞാൽ ആ നിമിഷം മാക്സിമസിനെ അവിടെ വെച്ച് അവർ കൊല്ലും. പക്ഷേ 50,000-ഓളം വരുന്ന റോമൻ ജനത ഉറക്കെ പറഞ്ഞു അയാൾ ജീവിക്കണമെന്ന്. ജനങ്ങളാണ് റോം. അവസാനം കൊമോഡസിന് സമ്മതിക്കേണ്ടി വരുന്നു. ആ ഗ്ലാഡിയേറ്റർ മത്സരത്തിന് ശേഷം മറ്റുള്ള ഗ്ലാഡിയേറ്റേഴ്സ് മാക്സിമസിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. മരണശേഷം പോലും തന്റെ അച്ഛനോടുള്ള പക കൊമോഡസിന് മാറിയിട്ടില്ലായിരുന്നു. വീണ്ടും വീണ്ടും തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് അയാൾ പോകുന്ന പോലെ തോന്നി. മാക്സിമസ് എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ഇപ്പോഴും കൊമോഡസിന് മനസ്സിലായിട്ടില്ല. തന്റെ പട്ടാളക്കാർ തന്നോട് കള്ളം പറഞ്ഞതാകാം മാക്സിമസ് മരിച്ചുപോയിരുന്നു. കള്ളം പറയുന്നത് തന്നോട് റെസ്പെക്ട് ഇല്ലാത്തതുകൊണ്ടാണെന്ന് അയാൾക്ക് തോന്നിയിരുന്നു. അന്ന് രാത്രി മാക്സിമസിനെ കാണാൻ ലുസില്ല എത്തുന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെന്നെത്തിയതിൽ അയാളോട് അവൾ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ മാക്സിമസ് അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അവളുടെ അവസ്ഥ മനസ്സിലാക്കണമെന്ന് മാക്സിമസിനോട് അവൾ അപേക്ഷിക്കുന്നു. അടുത്ത രാജാവാകാൻ ചാൻസുള്ള തന്റെ മകന്റെ ജീവിതം പോലും അപകടത്തിലാണ്. അതുകൊണ്ട് തന്നെ സഹായിക്കണമെന്നും അവൾ പറയുന്നു. ഇന്ന് ലോകം കണ്ടതാണ് ഒരു സ്ലേവിന് റോമൻ എംപററിനേക്കാൾ പവർ ഉണ്ടെന്ന്. സെനറ്റിലെ ആർക്കും കൊമോഡസിന്റെ നേർക്കുനേർ നിൽക്കാനുള്ള ധൈര്യമില്ല. പക്ഷേ മാക്സിമസ് കൂടെ ഉണ്ടെങ്കിൽ കൊമോഡസിനെ കൊല്ലാൻ കഴിയുമെന്ന് അവൾ പറയുന്നു. കാരണം റോമിനെ രക്ഷിക്കേണ്ടത് അയാളുടെ കൂടെ കടമയാണ്. പക്ഷേ മാക്സിമസ് റോമിന് വേണ്ടി മരിക്കാൻ തയ്യാറായിരുന്ന ആ പഴയ ആളല്ല. അതുകൊണ്ട് തന്നെ ലുസില്ലയുടെ ആ ഓഫർ അയാൾ നിരസിക്കുന്നു. എന്നിട്ട് അവളോട് അവിടുന്ന് പോകാൻ പറയുന്നു. മാക്സിമസിനെ കൊല്ലാൻ ഏൽപ്പിച്ചിരുന്ന ബാക്കിയുള്ള പ്രറ്റോറിയൻ ഗാർഡ്സിനെ കൊമോഡസിന്റെ നിർദ്ദേശപ്രകാരം കൊല്ലുന്നു. അടുത്ത ദിവസത്തെ ഗ്ലാഡിയേറ്റർ മത്സരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ലെജൻഡറി ഗ്ലാഡിയേറ്ററായ ടൈഗ്രസ് ഓഫ് ഗോൾ റിങ്ങിലേക്ക് തിരിച്ചു വരികയാണ്. അന്നത്തെ കാഴ്ചക്കാരിൽ മാക്സിമസിന്റെ സഹായിയായിരുന്ന സിസോറോയും ഉണ്ടായിരുന്നു. മാക്സിമസ് തന്റെ എതിരാളിയെ നേരിടാൻ ആ റിങ്ങിലേക്ക് വരുന്നു. അപ്പോൾ ജനങ്ങൾ ഉറക്കെ അയാളുടെ പേര് വിളിക്കുന്നുണ്ടായിരുന്നു. മാക്സിമസിനെ എത്രയും പെട്ടെന്ന് കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ കൊമോഡസ് അന്നത്തെ മത്സരം കുറച്ചും കൂടെ കടുപ്പിച്ചിരുന്നു. ഫൈറ്റ് തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് കുറച്ചുപേർ റിങ്ങിലേക്ക് ഓടി വരുന്നു. എന്നിട്ട് അവിടെ അറ്റാച്ച് ചെയ്തിരുന്ന ചങ്ങലയിൽ വലിക്കുന്നു. അതോടെ ഫൈറ്റിനിടയിലേക്ക് താഴത്തെ ഫ്ലോറിൽ നിന്ന് കടുവകൾ റിങ്ങിലേക്ക് ചാടി വരുന്നു. അങ്ങനെ ഒരേ സമയം ആ കടുവകളെയും എതിരാളിയും ഒരേപോലെ മാക്സിമസിന് നേരിടേണ്ടി വരുന്നു. പിന്നിൽ നിന്ന് വന്നൊരു കടുവ അയാളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മാക്സിമസ് രക്ഷപ്പെടുന്നു. തന്റെ മുന്നിലേക്ക് ചാടി വീണ ഒരു കടുവയെ മാക്സിമസ് കുത്തിക്കൊല്ലുന്നുണ്ട്. എന്നിട്ട് തന്നെ ആക്രമിക്കാൻ വന്ന ആ ഗ്ലാഡിയേറ്ററിന്റെ കാലിൽ മുറിവേൽപ്പിക്കുന്നു. താഴെ വീണ അയാളെ കൊല്ലാൻ ജനങ്ങൾ മാക്സിമസിനോട് ഉച്ചത്തിൽ പറയുന്നുണ്ട്. അയാൾ ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കാൻ കൊമോഡസ് മുൻപിലേക്ക് വരുന്നു. അയാൾ മരിക്കണമെന്ന് എംപറർ തീരുമാനിക്കുന്നു. പക്ഷേ മാക്സിമസ് അയാളെ കൊല്ലുന്നില്ല. അല്ലെങ്കിൽ എംപററിന്റെ ഉത്തരവ് ലംഘിക്കുന്നു. എതിരാളിയെ കൊല്ലാതെ വിട്ടതിന് ജനക്കൂട്ടത്തിൽ നിന്നൊരാൾ ഉറക്കെ പറഞ്ഞു മാക്സിമസ് ദ മെർസിഫുൾ എന്ന്. അത് ജനം ഏറ്റുപറയുന്നു. കൊമോഡസ് പെട്രോറിയൻ ഗാർഡ്സിനെയും കൂട്ടി റിങ്ങിലേക്ക് എത്തുന്നു. എന്നിട്ട് മാക്സിമസിനോട് ചോദിക്കുന്നു എന്തൊക്കെ ചെയ്താലും താൻ എന്തുകൊണ്ട് മരിക്കുന്നില്ല എന്ന്. എനിക്കിനി ഒരു ലൈഫ് കൂടെ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ മരണത്തിന് കീഴടങ്ങാമെന്നും അയാൾ പറയുന്നു. എന്നാൽ അതിപ്പോ തന്നെ ആകാമെന്ന് കൊമോഡസ് ചലഞ്ച് ചെയ്യുന്നു. തന്റെ മകനെയും ഭാര്യയും ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന കാര്യം കൊമോഡസ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഇത്രയും പറഞ്ഞിട്ടും തിരിച്ചൊന്നും ചെയ്യാതെ മാക്സിമസ് അവിടുന്ന് നടന്നു പോകുന്നു. കാരണം ഇതല്ല അയാളെ കൊല്ലാനുള്ള മൊമെന്റ്. തിരിച്ചു പോകുന്ന വഴിയിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് സിസേറോ മാക്സിമസിനെ കാണുന്നു. മാക്സിമസിനോടൊപ്പം നിൽക്കുന്ന പട്ടാളക്കാർ ഉണ്ടെന്നും അയാൾ അറിയിക്കുന്നു. കൊമോഡസ് ഇനി മാക്സിമസിനെ റിങ്ങിന് പുറത്തു വെച്ച് കൊല്ലാൻ ശ്രമിച്ചാലും ജനങ്ങളുടെ മുന്നിൽ അയാളുടെ ഇമേജ് പോകും. കൊല്ലാതിരിക്കാനും കഴിയില്ല. അയാളെ കൊന്നാൽ അയാളൊരു രക്തസാക്ഷിയായി മാറും. അത് കൊമോഡസിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. ഗ്ലാഡിയേറ്റർ മത്സരങ്ങൾക്കായി കൂടുതൽ പൈസ ഖജനാവിൽ നിന്ന് ഇറക്കിയെന്ന് താൻ സെനറ്റിനെ അറിയിച്ചപ്പോൾ അവർക്ക് യാതൊരു ഷോക്കും ഉണ്ടായില്ല എന്ന് കൊമോഡസ് പറയുന്നു. അതിനർത്ഥം നമുക്കറിയാവുന്ന ഒരാൾ കൂട്ടത്തിൽ നിന്ന് ചാരനാണ്. സെനറ്റിനോട് സീക്രട്ടായിട്ട് ഇൻഫർമേഷൻ എത്തിക്കുന്നുണ്ട്. അത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന്. സിസേറോ മാക്സിമസിനെ വന്ന് കാണുന്നു. മാക്സിമസ് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന 5000-ഓളം പട്ടാളക്കാരുണ്ടെന്ന് അയാൾ പറയുന്നു. താൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ മാക്സിമസ് നിർദ്ദേശം നൽകുന്നു. സിസേറോ ലുസില്ല വരുന്ന വഴിയിൽ കാത്തുനിന്ന് അവരോട് സംസാരിക്കുന്നു. മാക്സിമസ് റെഡിയാണെന്നും അറിയിക്കുന്നു. പിന്നീട് മാക്സിമസ് ലുസില്ലയും സെനറ്റർ ഗ്രാക്കസിനെയും നേരിൽ കാണുന്നു. അങ്ങനെ കൊമോഡസിനെ താഴെ ഇറക്കാൻ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. തന്നെ ഇവിടുന്ന് ജയിൽ ചാടാൻ അവസരം ഒരുക്കി തന്നാൽ താൻ പറഞ്ഞാൽ കേൾക്കുന്ന 5000-ഓളം പട്ടാളക്കാരുമായി തിരിച്ചു വന്ന് എംപററിനെ താഴെ ഇറക്കാൻ പറ്റും. കൊമോഡസിനെ കൊന്നുകഴിഞ്ഞാൽ തന്റെ ജോലി തീർന്നു. അതാണ് തന്റെ അവസാനത്തെ ആഗ്രഹമെന്നും മാക്സിമസ് അറിയിക്കുന്നു. തന്നെ പുറത്തേക്ക് വിടാൻ മാക്സിമസ്
പ്രോക്സിമോയിനോട് അനുവാദം ചോദിക്കുന്നു. ഉദ്ദേശം നല്ലതാണെങ്കിലും പ്രോക്സിമോ അതിന് സമ്മതിക്കുന്നില്ല. ഇതിനോടകം കൊമോഡസിന്റെ ചാരന്മാർ ഗ്രാക്കസ് നടത്തിയ സീക്രട്ട് മീറ്റിംഗിനെ കുറിച്ച് അറിഞ്ഞിരുന്നു. അതോടെ അയാളെ അറസ്റ്റ് ചെയ്യാൻ പെട്രോറിയൻ സേന എത്തുന്നു. അന്ന് രാത്രി ലുസില്ല മാക്സിമസിനെ കാണാൻ വരുന്നു. ഗ്രാക്കസിനെ അറസ്റ്റ് ചെയ്ത കാര്യം അവൾ അറിയിക്കുന്നു. ഇനി അധികം സമയമില്ല, അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ പുറപ്പെടണമെന്നും അവൾ പറയുന്നു. ഇത്രയും റിസ്ക് എടുക്കുന്ന ലുസില്ലയെ മാക്സിമസ് അഭിനന്ദിക്കുന്നു. ലുസില്ലയുടെ മകനായ ലൂഷ്യസ് മാക്സിമസിനെ പോലെ വലിയൊരു ഗ്ലാഡിയേറ്റർ ആകണമെന്ന് കൊമോഡസിനോട് പറയുന്നുണ്ട്. മാക്സിമസ് ആണ് റോമിന്റെ യഥാർത്ഥ രക്ഷകനെന്നും ഇത് കേട്ടതും ആരാണ് ഇങ്ങനെ പറയാൻ തന്നെ പഠിപ്പിച്ചതെന്നും കൊമോഡസ് അവനോട് ചോദിക്കുന്നു. തന്റെ അമ്മയാണ് അങ്ങനെ പറയാൻ പഠിപ്പിച്ചതെന്നും അവൻ പറയുന്നു. അങ്ങനെ തന്റെ ശത്രു തന്റെ സ്വന്തം സിസ്റ്ററായ ലുസില്ലയാണെന്ന് കൊമോഡസ് തിരിച്ചറിയുന്നു. മാക്സിമസ് യാത്ര തിരിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ അവിടെ റോമൻ സേന എത്തിയിരുന്നു. പ്രോക്സിമോ രക്ഷപ്പെടാനുള്ള താക്കോൽ മാക്സിമസിന് കൊടുത്ത ശേഷം മരണത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഗാർഡ്സ് ഗേറ്റ് തല്ലി തുറന്ന് വരുമ്പോഴേക്കും മാക്സിമസിനോട് കൂറുള്ള മറ്റ് ഗ്ലാഡിയേറ്റേഴ്സ് അവരെ നേരിടുന്നു. പ്രോക്സിമോയിനെ ആ പട്ടാളക്കാർ കുത്തിക്കൊല്ലുന്നു. മാക്സിമസ് പിൻവാതിലിലൂടെ രക്ഷപ്പെടുന്നുണ്ട്. പുറത്ത് സിസേറോ കുതിരയുമായി ദൂരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മാക്സിമസ് അടുത്തെത്തിയപ്പോഴേക്കും അയാളെ അമ്പ് ചെയ്തിടുന്നു. ഗാർഡ്സ് മാക്സിമസിനെ വളയുന്നു. അങ്ങനെ അവസാനം മാക്സിമസിനെ അവർ അറസ്റ്റ് ചെയ്യുന്നു. തന്നെ ചതിച്ച ലുസീലിയെ കൊമോഡസ് കൊല്ലുന്നില്ല. പകരം തനിക്ക് ഇഷ്ടക്കേടുണ്ടാകുന്ന എന്തെങ്കിലും പ്രവൃത്തി ലുസീലയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അവളുടെ മകനെ അപ്പം തന്നെ കൊല്ലുമെന്ന് പറയുന്നു. മാത്രമല്ല കൊമോഡസ് അവളെ വിവാഹം കഴിക്കുമെന്നും പറയുന്നു. കൊളോസിയത്തിൽ മാക്സിമസിന്റെ പേര് ഉച്ചത്തിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. തടങ്കലിൽ വെച്ചിരുന്ന മാക്സിമസിനെ കൊമോഡസ് വന്ന് കാണുന്നു. ജനങ്ങൾ ഇപ്പോൾ ഓർത്തിരിക്കുന്ന ഈ ഗ്ലാഡിയേറ്ററിന്റെ മരണവും അവർ ഓർത്തിരിക്കണം. അതിന് എംപററിനെ തന്നെ അവസാനം ആ റിങ്ങിൽ അയാൾ നേരിടണം. നമ്മൾ രണ്ടുപേർക്കും മാർക്കസ് ഒറേലിയസ് അച്ഛനായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രദേഴ്സ് ആകുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷം തന്നെ വന്ന് ഹഗ് ചെയ്യുന്ന കൊമോഡസ് മാക്സിമസിനെ പിന്നിൽ നിന്ന് കുത്തുന്നു. ഗാർഡ്സിനോട് ആ മുറിവ് കാണാത്ത വിധം കെട്ടിവെക്കാനും പറയുന്നു. അങ്ങനെ അവസാനത്തെ പോരാട്ടത്തിനായി അവർ കൊളോസത്തിലെ എറീനയിലേക്ക് എത്തുന്നു. മാക്സിമസ് അവശനായിരുന്നെങ്കിലും കൊമോഡസിനെ നേരിടുന്നു. രണ്ടുപേരും ഒരുപോലെ റിങ്ങിൽ നിൽക്കുമ്പോൾ ആ ഫൈറ്റിനിടയിൽ കൊമോഡസിന്റെ വാൾ നഷ്ടപ്പെടുന്നു. ഗാർഡ്സിനോട് ഒരു വാൾ തരാൻ കൊമോഡസ് ആജ്ഞാപിക്കുന്നു. പക്ഷേ പ്രട്ടോറിയൻ ഗാർഡ്സ് അതിന് തയ്യാറാകുന്നില്ല. കൊമോഡസിന്റെ കയ്യിൽ ആയുധമില്ല എന്ന് മനസ്സിലാക്കിയ മാക്സിമസ് അയാളുടെ ആയുധവും താഴെയിടുന്നു, നേരിട്ട് ഏറ്റുമുട്ടാൻ. ആ മൊമെന്റിൽ മാക്സിമസിന്റെ നേർക്ക് താൻ തന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു കത്തിയുമായി കൊമോഡസ് അടുക്കുന്നു. പക്ഷേ അതേ ബ്ലേഡ് തന്നെ മാക്സിമസ് കൊമോഡസിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുന്നു. അതോടെ അയാൾ താഴെ വീഴുന്നു. ആ കൊളോസിയം നിശബ്ദമാകുന്നു. സെനറ്റർ ഗ്രാക്കസിനെയും മറ്റ് ഗ്ലാഡിയേറ്റേഴ്സിനെയും വെറുതെ വിടണമെന്ന് മാക്സിമസ് പറയുന്നു. അതിനുശേഷം അയാൾ താഴേക്ക് വീഴുന്നു. തന്റെ അവസാന നിമിഷങ്ങളിൽ ലുസില്ല അയാളുടെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ താൻ ആഗ്രഹിച്ചതുപോലെ തന്റെ ഭാര്യയുടെയും മകന്റെയും അടുത്ത് അയാൾ അവസാനം എത്തുന്നു. ഇവിടെയാണ് മാക്സിമസിന്റെ കഥ അവസാനിക്കുന്നത്. റിഡ്ലി സ്കോട്ട് ഡയറക്ട് ചെയ്ത് 2000 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ഗ്ലാഡിയേറ്റർ. 100 മില്യൺ ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമ ഏകദേശം 500 മില്യൺ മുകളിൽ കളക്ട് ചെയ്തിരുന്നു. അതുകൂടാതെ ബെസ്റ്റ് പിക്ചറിനും ബെസ്റ്റ് നടനുള്ള അക്കാഡമി അവാർഡ് ഉൾപ്പെടെ 5 ഓസ്കാറും നേടിയിരുന്നു. സിനിമാറ്റിക് ലിബർട്ടിക്ക് വേണ്ടി കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിലും റോമൻ എംപയറിനെ അതിന്റെ മാക്സിമം ഒറിജിനാലിറ്റിയിൽ കാണിക്കാൻ ഈ സിനിമയുടെ മേക്കേഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. ഗ്ലാഡിയേറ്റർ 2 ആദ്യത്തെ സിനിമയുടെ ഒരു ഡയറക്റ്റ് സീക്വൽ തന്നെയാണ്. പക്ഷെ ഇവിടെ റസൽ ക്രോയോ അല്ലെങ്കിൽ വാക്കിംഗ് ഫീനിക്സോ തിരിച്ചു വരില്ല എന്ന് നമുക്കറിയാം. മാത്രമല്ല ഈ കഥ ആദ്യത്തെ സിനിമ കഴിഞ്ഞ് 20 വർഷങ്ങൾക്ക് ശേഷമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ച ലുസില്ലയുടെ മകനായ ലൂഷ്യസ് ആണ് ഇവിടെ പ്രധാന കഥാപാത്രമായി വരുന്നത്. ലുസില്ലയുടെ മകനായിട്ടും റോയൽ ഫാമിലിയിലുള്ള മെമ്പറായിട്ടും എങ്ങനെ അയാൾ ഗ്ലാഡിയേറ്റർ റിങ്ങിലെത്തി, എങ്ങനെ അയാൾ ഒരു ഗ്ലാഡിയേറ്ററായി എന്നത് കണ്ടു തന്നെ അറിയണം. ഗ്ലാഡിയേറ്ററായി അയാൾ ഇറങ്ങുമ്പോഴും മാക്സിമസ് തന്നെയാകും അയാളുടെ ഇൻസ്പിറേഷനും. കൊമോഡസ് മരിച്ചതോടെ ഭരണം ഒരു മൊണാർക്കിയിൽ നിന്ന് മാറി എന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ വീണ്ടും ഒരു ഒപ്രസീവായിട്ടുള്ള എംപറർ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഡെൻസൽ വാഷിംഗ്ടൺ ഒരു സീനിയർ റോമൻ സെനറ്ററിന്റെ വേഷത്തിലാണ് വരുന്നത്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമായിട്ടായിരിക്കും മേ ബി വരുന്നത്. മാക്സിമസിനെ പോലെ മറ്റൊരു മിലിറ്ററി ജനറൽ ആയിട്ടായിരിക്കാം പെഡ്രോ പാസ്കലിന്റെ ക്യാരക്ടറും ഇവിടെ വരുന്നത്. ആ ക്യാരക്ടറും ലൂസിയസും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ഈ സിനിമയുടെ ഒരു മെയിൻ ഫോക്കസ് തന്നെയായിരിക്കും. സോ ഇതാണ് ഗ്ലാഡിയേറ്റർ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. കണ്ടന്റ് നിങ്ങൾക്ക് കൊള്ളാമെന്ന് തോന്നുമെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.